Hello everyone. Hello. പിന്നെയും ഞങ്ങൾ എത്തി അല്ലേ? ഇന്ന് ഇത് ശരിക്കും ഈ ഒരു റെസിപ്പി വിവേക് നോർമലി ഇവിടെ ഉണ്ടാക്കാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തരാറാണ് പതിവ്. ഫ്രൈഡേ ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊക്കെ എണീറ്റ് വരുന്നതിന് മുമ്പേ ഇതിൻ്റെ കുറേ എല്ലാം പുള്ളി തന്നെ റെഡിയാക്കി വെക്കും. പിന്നെ ഞാൻ വന്നിട്ടൊന്ന് ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്യാന്നുള്ള പണി മാത്രമേ എനിക്ക് ഉണ്ടാവാറുള്ളൂ. പിന്നെ ചായ ഉണ്ടാക്കണം. ഈ രണ്ട് കാര്യമാണ് ഞാൻ നോർമലി ചെയ്യാറ്. ചായ അത് രണ്ടുപേരുടെ ചായയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അല്ലെങ്കിൽ 3 പേര്. ഒന്ന് ഏറ്റവും നല്ല ചായ ഉണ്ടാക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് ഷാജി. ഓക്കെ, രണ്ടാമത് മൂന്നാമതാണ് എൻ്റെ വൈഫും പിന്നെ ചേട്ടൻ്റെ വൈഫുണ്ട് ചേച്ചി. ഇവർ രണ്ടുപേരുടെ ചായയാണ് എനിക്ക് ഇഷ്ടം. അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ പണി നോർമലി വരുന്നത്. ഇത് പുള്ളി പറയുന്നത് സ്റ്റാർ പ്ലസിൽ, അത് പുള്ളി 8th പഠിക്കുന്ന ടൈമിൽ സ്റ്റാർ പ്ലസിൽ ഇപ്പോൾ ഒരു കുക്കറി ഷോ ഉണ്ടായിരുന്നു. അന്ന് കണ്ടതാണ്. അപ്പം അന്ന് തൊട്ടിട്ട് എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തി ഇപ്പം അത് എന്താ പറയുക അല്ലേ, ഫുൾ പ്രൊഫഷണൽ ആയിട്ടുണ്ട്. It's nothing but poached eggs. അത് തന്നെ how many times you did to get it correct. Yeah, so poached eggs plus the hollandaise sauce, and that's actually the ultimate stuff ഈ ഡിഷിൽ. നമുക്ക് regular buns ആണുള്ളത്. Like if you have the muffin buns, that's the best to go with. Yeah. So ഇനി ബാക്കി ഇത് പറഞ്ഞു കൊടുക്കരുത്, കാണിക്കണ്ടേ? ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ. മലയാളത്തിൽ തിരശ്ശീലയുടെ പിന്നിൽ. Okay, so ഇപ്പോൾ ആദ്യം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ you need a 8-foot ball like this which can sit on top of a pan. Okay, ഇതുപോലെ ഒരു പാനിൽ വെച്ചിട്ട് it should have water, and when you keep the ball inside it should not touch. Okay, അതിലാണ് നമ്മൾ ഇപ്പം ഹോളണ്ടൈസ് സോസ് ഉണ്ടാക്കാൻ പോകുന്നത്. So you'll shortly see. അതിൽ what we will do is we'll add some four egg yolks ഉണ്ട്. അത് ആഡ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ എഗ് യോക്സ് ഇട്ടത് നമുക്ക് ആദ്യമേ ഒന്ന് വിപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ സ്റ്റൗ ഒന്നും ഓൺ ചെയ്തിട്ടില്ല. ജസ്റ്റ് കെപ്റ്റ് ഇറ്റ് ഓൺ ദ ബൗൾ വിത്ത് വാട്ടർ ബിലോ. വാട്ടറിൽ ഇത് ടച്ച് ചെയ്യുന്നില്ല, ഗ്ലാസ് ബൗൾ. ജസ്റ്റ് വിപ്പിങ് ഇറ്റ്. ഓക്കെ, നമുക്ക് ദിസ് വിൽ ബിക്കം എ വെരി റിച്ച് ആൻഡ് ക്രീമി ഗോൾഡൻ ഹോളണ്ടൈസ് സോസ്. അത് ശരിക്കും ഐ എം നോട്ട് ഷുവർ വെദർ ഇറ്റ്സ് ഫ്രഞ്ച് or ഇറ്റാലിയൻ. അവരുടെ കീ സോസസിൽ ഒന്നാണ് hollandaise sauce. Yeah, you have mayonnaise, you have hollandaise, you have bolognese. So അതുപോലെ ഇത് this is a key sauce. Okay, ഇതിൽ നമുക്ക് മുട്ട ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ we'll add a teaspoon of olive oil. അതിൻ്റെ കൂടെ we'll also add a teaspoon of lime juice. Fresh lime juice ആണ്. അല്ലെങ്കിൽ you can, if you don't have lime juice, you can actually use a teaspoon of white vinegar. I'll also add a bit of salt for the seasoning and some pepper. Now I'll just whisk this and then switch on the flame on medium to low. Yeah, and then keep on whisking. അതല്ല ഇത് ഡയറക്റ്റ് ഹീറ്റിലാണ് കോണ്ടാക്റ്റിൽ വെച്ചിരിക്കുന്നതെങ്കിൽ then this yolks will become the boiled eggs. അപ്പോൾ അതുകൊണ്ട് boiled yolks ആവും. അതുകൊണ്ട് we'll try to avoid that. അതുപോലെ ഇത് വിസ്ക് ചെയ്യുന്ന സമയത്ത് you have this butter. So ഇത് almost around 250 ml of butter ഉണ്ട്. അത് നമ്മൾ കുറേശ്ശെ വിസ്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കരുത്. You need to get that creamy texture. അപ്പം ബട്ടറിൽ സോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് സോൾട്ട് ഇടേണ്ട കാര്യമില്ല. ഇതിപ്പോൾ നമ്മൾ അൺസോൾട്ടഡ് ലൂപ്പാക്കിൻ്റെ അല്ലേ ബട്ടർ എടുത്തിരിക്കുന്നത്. സോ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ബട്ട് ഇഫ് ലൈക്ക് നാട്ടിലെ അമൂലിൻ്റെയോ അതുപോലെ ഏതെങ്കിലും സോൾട്ടഡ് ബട്ടറാണ് കിട്ടുന്നതെങ്കിൽ, അത് അമൂലും ഇപ്പോൾ അൺസോൾട്ടഡ് ബട്ടർ ഉണ്ട്. സോൾട്ടഡ് ബട്ടറാണ് കിട്ടുന്നതെങ്കിൽ then you don't have to add extra salt. വെരി ലോ ഫ്ലെയിമിൽ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത്. അറൗണ്ട് 5 to 7 minutes. അത് യു ഷുഡ് നോ എഗ് അതിൽ കുക്ക്ഡ് ആവരുത്. അതാണ് മെയിൻ ഐഡിയ. സോ 5 to 7 minutes യു വിൽ ഗെറ്റ് ദിസ്
slightly creamy and thick hollandaise sauce. അപ്പോൾ അത് thick ആയി കഴിയുമ്പോഴത്തേക്കും just take it off from the flame. കാര്യം അല്ലെങ്കിൽ പിന്നെ the yolks will start cooking. Then it will not be creamy as you look. It can still be tasty, but it will not be creamy. Okay. Basically, നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ see, you dip a spoon, it should coat your top. See, it's nice and creamy. Okay. ഇത് നമുക്ക് ഇതിൽ തന്നെ ഈ hot വാട്ടറിൻ്റെ മുകളിൽ തന്നെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം so that we can get on with the rest of the stuff. ഇത് വിസ്ക് ചെയ്യുന്നത് ശരിക്കും കണ്ടിന്യൂസ് വിസ്കിംഗ് ആണ്. സോ ദാറ്റ് വിൽ ബി ഗുഡ് എക്സസൈസ് ഫോർ യു ഇൻ ദ മോർണിംഗ്. ഓക്കെ, മെഷീൻ യൂസ് ചെയ്യാം. ഐ പ്രിഫർ ടു ഡു ഇറ്റ് ലൈക്ക് ദിസ്. പക്ഷേ ഇഫ് യു വാണ്ട് ടു യൂസ് എ whipping machine, then you go ahead. You're free to use that. Yeah. So then What's we'll next? start with the next stuff. അപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, if you can pass me the pan, we'll first cook these nice turkey hams, smoked turkey hams with a bit of pepper in it. It's seriously nice. Like, it smells nice even now. Switch on the flame. Flame is switch on. So again a dash of olive oil. This is high heat lana cheyunnathu. So I'll just add the first turkey ham. Turkey alla, if you have bacon or if you have your meatloaf slices, whatever you like. So see, it's nice and ready. This is your smoked turkey ham. ഇതുപോലെ ഇനി ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുക. ഹാംസ് ചെയ്ത് കഴിഞ്ഞു for the sandwiches. ഇത് ചെയ്ത ഉടനെ we going to use the buns. Basically ഇവിടെ നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ we don't get the muffin buns, so we have actually taken normal buns, cut it into 2 slices, equal halves. So this is also done. ഇത് ചെയ്ത കഴിഞ്ഞ ഉടനെ തന്നെ ഈ സെയിം ഇതിൻ്റെ ഓയിൽ തന്നെ let's add a bit of olive oil, just slightly. Yeah, because we want these buns to soak up that flavor. നേരത്തെയുള്ള അതിൻ്റെ buns അതിൻ്റെ തന്നെ അത് ജ്യൂസസ് soak up ചെയ്യണം. അതാണ് the idea. You can add a butter also. Slip in a cube or 2 just to make sure that you get that extra flavor. Bun ready ആയി കഴിഞ്ഞാൽ നമുക്ക് the final thing. ഇത് buns ready ആവുന്ന സമയത്ത് you can intermittently whip your hollandaise. It's actually settled down. It's become nice and creamy. You can see this. Wow, it's sticking. Yeah, here perfect mixture ആണ് വേണ്ടത്. The buns are toasted, nice and brown. Okay. So ഇതുപോലെ നല്ലപോലെ crispy and holding well. അതാണ് നമുക്ക് വേണ്ടത്. We don't want the bread to be wet and soggy. കാര്യം നമ്മൾ ഇപ്പോൾ ഒരു പോച്ച് സ്റ്റേക്ക് ഇടുന്നുണ്ട്, that will be wet. So when it goes in, it should hold. അല്ലാതെ ഇത് soggy ആവരുത്. അതിനാണ് we do a hard toast. So ഇതുപോലെ നമ്മൾ buns ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. It's 2 sides of the buns, like we've cut into 2 equal halves. അത് ഇതിൻ്റെ ഹാംസിൻ്റെ ടർക്കി ഹാംസിൻ്റെ ജ്യൂസസും എല്ലാം സോക്ക് ചെയ്തിട്ടുണ്ട്. It's going to be very flavorful. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് the most important thing, ഓക്കെ, അതിലേക്ക് കിടക്കാം. പോച്ച്ഡ് എഗ്സ്. ഞാനിവിടെ ഒരു ബൗളിൽ വാട്ടർ വെച്ചിട്ടുണ്ട് ബോയിൽ ചെയ്യാൻ, എഗ് പോച്ച് ചെയ്യാനായിട്ട്. ആ സമയത്ത്
we will get the egg Benedict, what this is called, ready. And then the toasted buns. And then you keep in your bacon or turkey ham or whichever is actually your liking. For Vachi, it's a double ham. Yeah? That's a time that you add a teaspoon of vinegar. That's a whole egg white whole and then garnish with a bit of salt also. If boil let it boil. Egg couple I'll show you why we put it like this. It'll make it easy for you to do the poached eggs. Okay, the boil item. Now I'll bring it to a very low flame so that we avoid the bubbles. Okay, it's very turbulent. The water is very turbulent. We'll actually bring it to a very low flame so that the water is actually hot but not turbulent. Okay, so once that is done, quickly we will actually swirls so that actually I've not cleaned up that paper, otherwise that would have been easier. Like a spoon so that you rotate your water and create a whirl in your water. Biodynamic farming water energy like you mobilize your water like this in a circular motion so that the swirls are formed, and then you suddenly stop your flow. So in that commotion, there's a lot of energy that's created in water. It's a biodynamic farming practice, like one of the important elements. Okay, this is swirl then shesham quickly mutte angittu kodukka. Whites, egg whites so nothing to worry. And nicely put, so it will come proper, like you don't have to be an expert. Okay, this is nicely poached egg. And we'll just drop it in. ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. ഞാൻ പണ്ടൊക്കെ ഇതുണ്ടാക്കുമ്പോഴത്തേക്കും പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും I never used to get it right. Either I'll break the egg yolk, അല്ലെങ്കിൽ whites എവിടെയെങ്കിലും ആയിരിക്കും, yellow എവിടെയെങ്കിലും ആയിരിക്കും. One of the things that I've seen, which is actually an important thing, is first you need to have a very good organic farm fresh egg. That's one of the most important things. And we swirls and the center you have to actually quickly drop that. Don't disturb the water. So our water flow would break. You have to directly drop into the swirl, center of the swirl, and then it will all hold together. The poached egg, it's done on very low flame. After you get the water to boil well, you bring it to low flame. Turbulent water Marian Shesham. You have to make a swirl and drop in your raw egg. It will take anywhere between 3 to 5 minutes to get it cooked well. It depends upon your liking, whether you want medium well or well done. ബാക്കി വരുന്ന വൈറ്റ്സ് ഒക്കെ ഒന്ന് അതിൻ്റെ മാറ്റിയതിന് ശേഷം വിനെഗർ ആഡ് ചെയ്യുന്നു. There's also another way where if this is one way of doing it if it's on the stove. Microwave laanannundengil newbies, if you don't want to go into these troubles, you can take a mug like this which can go into the microwave oven. Take half glass or half a mug of water. Add a bit of vinegar into this. Just drop your egg into this and then microwave it for around a minute. Yeah, and you will get your lovely poached eggs there itself. Yeah, and just strain your water and you have your poached eggs. You can put it onto a tissue
and put it back on your sandwiches. So that's another way of doing it. It's quick and easy. Even a child can do it. Either you had your toasted buns and അതിൻ്റെ മുകളിൽ your smoked turkey hams. അതിൻ്റെ മുകളിൽ you put this wonderful lovely poached eggs. രഞ്ജുവിൻ്റെ extra favorite സംഭവമാണ് അത്. Okay, I've just poured some beautiful carrot orange juice. നമ്മൾ Al-Rawabi'deയാണ് we normally buy it here. So we get something like this here. So like carrot orange juice. It's nice. ഇത് അതിൻ്റെ unsweetened less sugar version ആണ്. ഇനി ഞാൻ അതിൻ്റെ പുറത്ത് I just whipped it a bit again to make it thick. See, സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ look at this. ഇതുപോലെ creamy texture കിട്ടണം. That makes it a wonderful Hollandaise sauce. ഈ Hollandaise sauce വെച്ചിട്ടുള്ള poached eggs ആണ് നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിള്ളേർ they just come running. മൂത്ത ആളല്ല Rishi doesn't like eggs. ഞാൻ പറയുന്നത് only boiled eggs he likes. boiled eggs മാത്രമേ ഇതൊന്നും ഇഷ്ടമല്ല. ഇത് പിള്ളേർക്കൊക്കെ it's a healthy and nutritious breakfast. Okay, so here's your beautiful Sunday breakfast. It's a Saturday here though. നമ്മുടെ weekends it's Middle East Friday and Saturdays ആണ്. So this is a Saturday for us here. Beautiful toasted buns with turkey hams and poached egg with Hollandaise sauce on the top. I could have got it a little more thicker, but this is fine. It tastes just right. Yeah. And some beautiful carrot orange drink. നമുക്കിതൊന്ന് സർജറി ചെയ്ത് നോക്കട്ടെ. Wow, get that poached egg. So this is what you're gonna have. You go, make sure that you subscribe to Curry and Spices Renju Zone. Follow Curry and Spices Renju Zone on Facebook, Twitter, Instagram, Pinterest. Yeah. So and keep watching.